കരിവള്ളൂരിലെ പുത്തൂർ എന്ന ഗ്രാമം, അവിടുത്തെ ഒരു ബ്രാൻഡാണ് പുത്തൂർ വഴുതിന എന്ന് പറയുന്നത്. ഇവിടുത്തെ കർഷകരൊക്കെ ഇപ്പൊ എങ്ങും കിട്ടാതെ പോകുന്ന ഒരു സാധനം കൂടിയാണ് പുത്തൂർ വഴുതിന എന്ന് പറയുന്നത്. ഇവിടുത്തെ കർഷകരൊക്കെ ഇപ്പോൾ ഇത് ചെയ്തു വരുന്നുണ്ട്. ഇന്നത്തെ ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത് പുത്തൂർ വഴുതിന കൃഷി ചെയ്യുന്ന ഗോപാലൻ ചേട്ടന്റെ പറമ്പിലാണ്. സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളല്ലേ? ഞാൻ തുടർച്ചയായി കുറേ വർഷമായിട്ട് വളരെ ചെറുപ്പത്തിലേ ചെയ്യുന്നുണ്ട്. ചെറുപ്പത്തിലെ ആ ഒരു കൃഷി പണ്ട് മറ്റു ജോലി ചെയ്യുന്നില്ല, വയലും ഇതല്ല. ആ കൂട്ടത്തിൽ മഴക്കാലത്ത് ഈ കൃഷി പച്ചക്കറി ഇത് വഴുതന കൃഷി ചെയ്യും. വഴുതന മാത്രം അല്ല ബാക്കി ഇത് മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 7ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞാൽ ഞാൻ കൃഷിപ്പണിയിൽ ഇറങ്ങി. അന്നേരം തന്നെ കാലുകൂട്ടും ഇതാണ്. അന്നേരം തന്നെ ഈ അച്ഛനും അമ്മയെല്ലാം ഇത് ഈ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഈ വഴുതന നടലും മറ്റ് വാഴ നടലും അതിൻ്റെ തുടർച്ചയായിട്ട് ഞാനും അങ്ങനെ എല്ലാ വർഷവും തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിലും ഇവിടെ കൂടുതലുള്ളത് ഇപ്പോൾ വഴുതിനയല്ലേ? വഴുതന. ഈ വഴുതിനയുടെ പ്രത്യേകം നിങ്ങളുടെ നാടുമായി കൂട്ടിച്ചേർത്താണല്ലോ ഇതിന്റെ പേര് തന്നെ അല്ലേ? അത് പണ്ടേ ഇത് ഈ നാട്ടിൽ കൃഷി ചെയ്തുകൊണ്ട് ഈ അടുത്ത പ്രദേശത്തുള്ള ഇത് ചന്തയിൽ കൊണ്ടുവന്നത് അവർ. ഓണക്കുന്ന് ചന്ത, നടക്കാവ് ചന്ത, പിന്നെ ചെറുപത്തൂർ ചന്ത, പെരുമ്പച്ചന്ത. അന്നേരം ഒരു പേര് ഇനി വന്നു. ഇത് പുത്തൂരിൽ നിന്ന് വരുന്ന കഴിഞ്ഞാൽ പുത്തൂർ വഴുതിന പേര്. അതെ അങ്ങനെ തന്നെ. ഈ പുത്തൂർ വഴുതിന എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റു വഴുതിന വിത്തുകളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അല്ലെ പ്രതിരോധത്തിലോ? വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഈ ഉണ്ടവൈനല്ലോ ഇല്ലേ മാർക്കറ്റിൽ വരുന്നത്, അതുപോലെയല്ല. ഇതിൽ കുറച്ച് പ്രത്യേകമായിട്ട് ഈ മഴക്കാലത്ത് ഇതിന് പ്രത്യേകിച്ച് ഇതില്ല. മറ്റു വേനൽക്കാലത്ത് അത്ര പോരാ. വിളവും കാര്യമില്ല, ഇത്ര ഇതില്ല. അതിന് ഇത് ഈ മഴക്കാലം അതിന് പ്രത്യേകിച്ച്. ശരിക്കും ഇത് നടേണ്ട ആ ഒരു സമയം എപ്പോഴാണ്? ഞങ്ങൾ മലയാള മാസമല്ലേ പറയാം. മേടം ഒരു പകുതി ഒരു 15ഓടുകൂടി നമ്മൾ പണ്ടങ്ങനെയായി. പണ്ട് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഈ വെള്ളം ദൂരമായിരിക്കും. ഈ കുന്നിൻ്റെ ഇതുപോലത്തെ പ്രദേശത്ത് കാടൊക്കെ കൊത്തി തെളിച്ച് നമ്മളെ പൊനം വളർന്നുണ്ടല്ലോ, പണ്ട് അറിയാം. പൊനം വളർന്ന് നെല്ല് അതുപോലെ കൊത്തിക്കരിച്ച് എല്ലാം ശരിയാക്കിയിട്ട് കുഴിയെടുത്തിട്ട് വെള്ളം വളരെ ദൂരമായിരിക്കും. ഇവിടെ ഒന്നും വെള്ളമില്ല. ഇവിടെ ഇപ്പോൾ പൈപ്പ് വെള്ളമുണ്ട്. അത് പിന്നെ വെള്ളം തോലിൽ വെച്ച് കൊണ്ടുവന്നിട്ട് ഒരു 2-3 ആഴ്ച അപ്പോഴത്തേക്ക് മഴ പെയ്യും. അന്നേരം അതിൻ്റെ വേണ്ടി കളയും മറ്റേ കാര്യങ്ങൾ ചെയ്യും. ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പേ തുടങ്ങും. പണ്ട് അങ്ങനെയാണ്. ഇപ്പം അതല്ല. ഇപ്പം വെച്ചാൽ പോളിത്തീൻ കവർ വാങ്ങിയിട്ട് അരിച്ചിത്ര തൈ നട്ടിട്ട് അത് മഴ വരുമ്പോൾ എടുത്ത് നടും. അങ്ങനെ അങ്ങനത്തെ മാറ്റമുണ്ട്. ഈ വേനൽക്കാലത്ത് നനയോ അങ്ങനത്തെ പരിപാടിയില്ല ഇപ്പോൾ. ഇല്ല. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വീട്ടിൽ തന്നെ കവർ വീട്ടിൽ തന്നെ വീട്ടിലെ പറമ്പിലൂടെയും കവറിൽ എല്ലാ നടും. എന്നിട്ട് മഴ പെയ്യുമ്പോൾ എടുത്ത് നടും. വളർച്ച. ഇത് വേനൽക്കാലത്ത് തന്നെ അത് കുറച്ച് വളരണം, എന്നാലേ അത് ശരി അതൊക്കെ വന്നാൽ ശരിയാവും. ഈ വഴുതിന കൂടാതെ മറ്റെന്തൊക്കെ കൃഷി ഇപ്പോൾ ചെയ്യും? ഞാനിപ്പോൾ കുറച്ച് കക്കീരായിട്ടുണ്ട്. അതെല്ലാം ഈ മഴ കൂടിയോണ്ട് അല്ല എന്നും ആദായം കിട്ടിയിട്ടില്ല. പിന്നെ വെണ്ട ആ മഴ മാറിയതിൻ്റെ ശേഷമാണ് കഴിക്കാൻ തുടങ്ങി. ഈ പെരുമഴ കഴിഞ്ഞതിൻ്റെ ശേഷം അത് കഴിക്കാൻ തുടങ്ങി വേണ്ട. പിന്നെ 10-100 വാഴ നട്ടിട്ടുണ്ട്. കൊല കൊത്തി കഴിഞ്ഞു. ഇനി 10-20 കൊലയില്ലോ. പിന്നെ ഈ പറമ്പിൽ അത്യാവശ്യം ഇത് പൂവൻ മഴ ചോദരി ഞാലിപ്പല്ലോ അതിപ്പോ നട്ടിട്ടുണ്ട്. ഇത് പുതിയ ഇത് റബ്ബറുണ്ടായ സ്ഥലമാണ്. റബ്ബർ മുറിച്ച് ഷോർട്ട് അല്ലെങ്കിൽ മുറിച്ചതിന് ശേഷം ഇത് റബ്ബർ നട്ടില്ല. തെങ്ങ് നട്ടു, അതുപോലെ കഴുങ്ങ് നട്ടു. ആ ഭാഗത്ത് തെങ്ങ് ഇട്ട് കാലം കഴിഞ്ഞ നാട്ടാണ്. ഇത് 1 ഏക്കർ സ്ഥലമുണ്ട്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിന് വയസ്സായി. പിന്നെ അത് മുറിച്ചു. പിന്നെ റബ്ബർ വെക്കാൻ മേലെ കേട്ടില്ല. അന്നേരം വിലയൊന്നുമില്ല. ഇപ്പം വിലയുണ്ട് റബ്ബറിന്. അന്നേരം പിന്നെ അത് കിട്ടും. പിന്നെ മറ്റു തെങ്ങും തൈ കഴുകും തൈ ഇതൊക്കെ ഉണ്ട്.
വിത്ത് അല്ലെങ്കിൽ വഴുതിന നട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആ വിത്ത് എടുക്കുന്നത് മുതൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? വിത്ത് ഞാൻ അവരെ കാണിച്ചു കൊടുത്തു കെട്ടിയത്, അപ്പോൾ എടുത്തിട്ടില്ല. വിത്തിന് നമ്മൾ കെട്ടി പുതിയ ആദ്യമായിട്ട് കെട്ടി വെച്ചു. നമ്മളിപ്പോ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ആ വിത്ത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിത്തെടുക്കുന്ന വെച്ചാൽ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊളന്നാൽ അതിൻ്റെ വിത്ത് കിട്ടൂല. അതിന് പറ്റിപ്പിടി മാംസമല്ല, എല്ലാം പറ്റിപ്പിടിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്താൽ നിലത്തിട്ട് പഴുത്ത് നമുക്ക് ചവിട്ടി അങ്ങ് ഉരുട്ടും, നല്ല പഞ്ഞി പോലെയാവും. പഞ്ഞി പോലെയാകുമ്പോൾ നമ്മളിത് നടുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ പൊളന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കും. ആ വെള്ളം എടുത്ത് വെച്ചാൽ ഒരൊറ്റ തടലിന് എല്ലാ വെള്ളത്തിലാകും. ആ വെള്ളം പിന്നെ ഊറ്റിക്കളഞ്ഞ് എടുത്ത് പിന്നെ ഇത് വെയിലിന് വെച്ച് വെള്ളമായിട്ടിട്ട്. നമ്മളിപ്പോൾ നാട്ടിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത് വിത്തെടുക്കുമ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാം. നമ്മൾ പുറത്ത് പോയി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങുമ്പോൾ വഴുതന വിത്ത് വാങ്ങുമ്പോൾ നമുക്കതിൽ നല്ലത് ഏതാ അല്ലെങ്കിൽ പോയത് ഏതാന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടോ? അങ്ങനെയല്ല, ഇത് ഈ ഇനം കിട്ടുന്നില്ല പുറത്തുനിന്ന്. ഇല്ല, ഈ ഇനം കിട്ടില്ല. പക്ഷെ വഴുതന മറ്റു വിത്തുണ്ട്. മറ്റേ ഇത്രയുള്ള വഴുതന, ഉണ്ട വഴുതന, ഇതെല്ലാം പുറത്ത് കിട്ടുന്നു. ഈ നീളമുള്ള വഴുതന ഇല്ലല്ല, ഇടം കിട്ടുന്നില്ല. ഇല്ല, ഇപ്പൊ എല്ലാം ഹൈബ്രിഡ് വിത്ത്. ഹൈബ്രിഡ് വിത്ത് അതേ. ഈ പുത്തൂർ വഴുതനയിൽ അങ്ങനെ ഒരു ഹൈബ്രിഡ് ഇല്ല അങ്ങനെയില്ല. നാടൻ അപ്പൊ പ്രതിരോധം ഇത്തിരി കൂടുതലായിരിക്കും അല്ലേ? പ്രതിരോധം കൂടുതൽ. ചെറിയൊരു വാട്ടറോ ഈ ഇത് വരും, തണ്ടുവരപ്പം വരും. ഇലയൊക്കെ അല്ല, ഈ തണ്ടിനിങ്ങനെ തുറക്കും, അത് കായ്ക്കും തുറക്കും ചിലപ്പോൾ. അത് വല്ല പണ്ടേ ഇല്ലതാണ്. ഈ നല്ല മഴ ആണെങ്കിൽ അതങ്ങനെ കാണൂല. ഇപ്പോൾ ഒരാഴ്ച വെയിലധികാലിയിൽ ഈ കായ്ക്കെല്ലാം ഒരു ഉണ്ടാകും. ഇതിനിപ്പോ എന്തൊക്കെ വളപ്രയോഗങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണ എല്ലാ പച്ചക്കറികൾക്കും? ഇപ്പം കുമ്മായം ചെയ്യും ഫസ്റ്റില്. ഇപ്പം നമുക്ക് കുമ്മായം പണ്ടൊന്നുമില്ല. പണ്ട് കഴിഞ്ഞാൽ ഇത് കുണ്ട് കരിക്കുന്നൊരു ഏർപ്പാടുണ്ട്. എന്തെങ്കിലും കരിയിലോ ഈ വരടി പറഞ്ഞ സാധനം അറിയാം, ചാണകം ഉണങ്ങിയത്, അതിട്ട് കത്തിക്കും. പണ്ട് എവിടെയൊക്കെ കാട്ടിലെല്ലാം പറക്കാനുണ്ടാവും. ഇത് പറക്കിക്കൊണ്ട് നമ്മൾ അമ്മയെല്ലാം വീട്ടിൽ പറക്കിക്കൊണ്ടുവരും. എന്നിട്ട് ഈ കുഴിയിലിട്ട് കത്തിക്കും ഫസ്റ്റിൽ വേനൽക്കാലത്ത്. അതാണ് അത് ചെയ്യുക. ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഫസ്റ്റിലെ കുമ്മായി ഇടും. കുമ്മായിട്ടിട്ട് ഒരു നനക്കും. നനച്ചത് ഒരു 10 ദിവസം കഴിയുമ്പോൾ നടും. സാധാരണ ചാണകപ്പൊടി ഇടും. ആദ്യം ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് നടും. പിന്നെ കുറച്ച് രാസവളം ഇടും. രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. കീടപ്പം തണ്ടുവരപ്പായ കാര്യമായിട്ടില്ല. നിൽക്കും ഇളയൊരു തണ്ട് ഒരു ചീയുന്ന ഏർപ്പാണ്ട്, തൊലി ഇങ്ങനെ പോയിട്ട് ഒരു പാടുന്ന ഏർപ്പാണ്ട്. അത് കുമ്മായിട്ട് അത് ഉണ്ടാകുന്നില്ല. ഇല്ല. മെയിനായിട്ട് ഇപ്പൊ നമുക്ക് കീടനാശിനി അധികം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. തണ്ടുവരപ്പം മാത്രം അതിന് വേണ്ടി ചെയ്യാൻ. പൊതുവെ ഈ തണ്ടുതുരപ്പനെ ഇതാക്കാൻ വേണ്ടി എന്തായിരിക്കും ചെയ്തു വരുന്നത്? അതിലൊരു മരുന്നുണ്ട്, ഒരു കോറജൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് മാർക്കറ്റിൽ. അത് വലിയ വിഷം നൽകി, ഇതിന് മാത്രമേ പറ്റൂ. അവർ പറഞ്ഞു നിങ്ങൾ ഇന്ന് സ്പ്രേ ചെയ്തിട്ട് നാളെ തന്നെ പറിച്ചു കൊണ്ട് വെക്കാൻ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. രാസകീടം തന്നെ തോന്നുന്നത്. അതിന് വിഷം പിന്നെ പുറത്ത് വിഷമില്ല, ഇതിന് മാത്രമേ പറ്റുകയും ചെയ്യും. മാത്രം വഴുതനക്ക് ഈ തണ്ടുവരപ്പം മാത്രം. ഇതൊക്കെ ഈ ചെടിക്ക് സ്പ്രേ ചെയ്യും. അപ്പൊ ഈ ഒരു ഇതിന് വേണ്ടിട്ട് അത് ഉപയോഗിച്ചാൽ മതി. മറ്റു കാര്യമായിട്ട് ഇതൊന്നുമില്ല. പിന്നെ ഓരോ ചില പുഴുകൾ ഇങ്ങനെ നമ്മൾ തട്ടിയിട്ട് കളയും. ഒരു ചില പുഴുക്കൾ ഇങ്ങനെ ഉണ്ടാവും. തട്ടി കളയാൻ. ഈ തണ്ടുവരപ്പാന പറ്റില്ല. അത് ഇങ്ങനെ വാടിയിട്ട് കാണും. ഇതിങ്ങനെ വാടി കാണും. ഇതിങ്ങനെ ഉണങ്ങി കാണും. ഇത് അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയാൽ ഇങ്ങനത്തെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, പുഴുണ്ടാവും. ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇത് തണ്ടുവരപ്പാൻ്റെ പുഴുവിൻ്റെ ലക്ഷണമാണ്. ഇതിനകത്തുണ്ടാവും എവിടെയെങ്കിലും നമുക്ക് കാണാതെ ഒരു കുത്തുണ്ടാവും. അതിൻ്റെ ഇതാണ് സാധനം. ഇതിനകത്തുണ്ടാവും. ഇതാണ് സാധനം തണ്ടുവരപ്പ. ഇതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള പുഴു.
ഇപ്രാവശ്യം ഏകദേശം എത്ര വഴുതന തൈകൾ നട്ടിട്ടുണ്ടാവും? ഞാനൊരു 250 വഴുതനായിട്ടില്ല നട്ടിട്ടുണ്ടാവും. അത്യാവശ്യം വളവ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അതിനെക്കാട്ടി അതിൻ്റെ ഇരട്ടി കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലേ? അതിന് മാർക്കറ്റും കാര്യങ്ങളും എവിടെയാ, വിപണിയെല്ലാം? ഞാൻ വേണമെങ്കിൽ അധികം കാങ്കോല് പുത്തൂരിങ്ങനെ ഇടവഴിക്കെല്ലാം പോകുമ്പോൾ എല്ലായിടത്തും കൊടുക്കും. 5 കിലോ 10 കിലോ അങ്ങനെ കൊടുത്തിട്ടാ പോകും. നമ്മുടെ സാധാ കടകളിലെല്ലാം. അല്ലാതെ വലിയ വിപണി അങ്ങനെയൊന്നുമില്ല. ഇല്ല ഈ സാധനം ഇപ്പൊ ഇല്ല. ജിമെയിലെല്ലാം സ്ഥിരം ഉണ്ടാവില്ല. നമ്മൾ ചോദിക്കുന്നു ഉണ്ടാവും. ഇവിടെ വന്ന ആൾക്കാർ വാങ്ങുന്നില്ല. അല്ല അത് പറഞ്ഞാൽ വരും. നമ്മളെന്താ നമ്മൾ സ്ഥിരം കൊടുക്കുന്നില്ലേ. ആഴ്ചയിൽ 2 പ്രാവശ്യം ചിലവാകാതെ ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല അത് പ്രശ്നമില്ല. എല്ലാവരും ഇതിനോട് താല്പര്യം കൂടുതലാണ് അല്ലേ? അത് കണക്കെ ഇപ്പൊ ഈ വാഴകൾക്കൊക്കെ ഇപ്പം എങ്ങനെയായി റേറ്റും കാര്യങ്ങളൊക്കെ? കായ്ക്ക് ഇപ്പം നല്ല വിലയുണ്ട്. വില നമ്മൾ ആദ്യമെല്ലാം കുറച്ച് വേറെ സ്ഥലത്ത് ശേഷം വാഴ ഉണ്ടായി 30 റുപ്യക്കല്ല കൊടുത്തത്. ഇപ്പം 60 റുപ്യ കായ്ക്ക്, നല്ല കായ്ക്ക് 60 റുപ്യ. ഇതിപ്പം നേന്ത്രവാഴയുടെ ഇത് എവിടുന്ന കളക്ട് ചെയ്തിട്ടുള്ളത്? വിത്ത് ഇത് തമിഴ്നാട് വന്നാണ്. നമ്മൾ നാടൻ വാഴ തീരെ ഇല്ല. പണ്ടത്തെ നാടൻ വാഴ ഉണ്ടല്ലോ, അത് ഇത്രയൊന്നും പൊക്കം വരില്ല. ഇത്രയും നമുക്ക് ഇത്രയും ഇത് കാണുന്നില്ല. തമിഴ്നാട് വാഴയാണ്. അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇപ്പൊ ചില ആഴ്ചയുണ്ട്. പിന്നെ വൈപ്പിൽ മാത്തിൻ്റെ അടിയുണ്ട്. പിന്നെ ഓണക്കൊന്തൽ കൊണ്ടുവരുന്നുണ്ട്. ചില എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞാൽ അവരിറക്കില്ല. നമ്മുടെ ഇപ്പൊ പണ്ടത്തെ ഒരു കൃഷി രീതിയിൽ നിന്നും വിത്തുകളിൽ നിന്നും വലിയ മാറ്റം വന്നിട്ടുണ്ട്. വിത്തുകളായാലും ഈ കഴുകിന് തന്നെ മാറ്റം വന്നില്ലേ. കഴുകി നാടൻ കഴുകിനല്ല ഇത്. ഇതിപ്പോ മോഹിന്തി നഗർ അങ്ങനെയുള്ളൊരു പേരില്ല. കാസർഗോഡൻ അതെല്ലാം അങ്ങനെയുള്ള എല്ലാം. കാസർഗോഡ് കുള്ളൻ. ഇത് മോഹിന്തി നഗർ എന്ന് പറഞ്ഞ കഴിഞ്ഞ ഇത് കഴിഞ്ഞ വർഷം നട്ട്. ഇത് 2 അടുത്ത 2-3 കൊല്ലം 4 കൊല്ലം കൊണ്ട് ശരിക്ക് കാഴ്ച തുടങ്ങും. ഇപ്പൊ 7ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ ആ ഒരു പ്രായത്തിൽ ഇപ്പൊ ഈ കാലം 2024 നിൽക്കുമ്പോ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഏതാണ് നല്ലത് എന്നാ തോന്നുന്നത് ശരിക്കും പറഞ്ഞാല്? നല്ലത് പറഞ്ഞാൽ ഈ നാടൻ തന്നെ അതിന് പ്രതിരോധ ശക്തി ഉണ്ട്. വിത്തിനായാലും ഞാൻ തെങ്ങ് കേട്ടിന് അവിടെ കൊമ്പൻ ചെല്ലിയുടെ ശല്യം ഞാൻ കുറേ പോയി. തെങ്ങ് കൊമ്പൻ ചെല്ലി എല്ലാവരും അതിന് വല ഇപ്പം കൃഷി ആവശ്യത്തിന് അതിന് വല കെട്ടാൻ വേണ്ടി പറഞ്ഞു. അടിയിൽ ഞാനിത് വേറെ സംഘടിപ്പിച്ച് വല ഈ മത്സ്യത്തൊഴിലാളികളപ്പോഴത്തേക്കും ചെറിയ വല അടി കെട്ടിയിട്ട് അതിൽ നോക്കാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ നമ്മുടെ നാടൻ വിത്തിനേക്കാളും പ്രതിരോധ ശേഷി കുറവാണ്. പക്ഷെ പൊതുവെ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഇത് ഹൈബ്രിഡ് അല്ല, നമ്മൾ ഇതെല്ലാം കൃഷി വകുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ. ഹൈബ്രിഡ് കമ്പനിയല്ലേ, ഇതെല്ലാം പിന്നെ കമ്പനി അല്ലല്ലോ. ഇതിപ്പോ നമ്മളിത് പുരോഗമിച്ചുണ്ടായ നമ്മുടെ പണ്ടത്തെ വിത്തുകൾ അങ്ങനെ ഞാൻ നെല്ല് വിത്തില്ല ഇപ്പൊ ഇല്ല. ഇപ്പെല്ലാം വിത്ത് വേറെയല്ലേ. അപ്പൊ ഈ പുത്തൂർ വഴുതിനയുടെ വിത്ത് ഏത് സമയത്തും വന്നാലും ചേട്ടന്റെ അടുത്ത് ഉണ്ടാവുന്നുള്ളൊരു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ തൈ കൊടുക്കലുണ്ട്. തൈ ഉണ്ടാക്കി തൈ വാങ്ങിയിട്ട് തറ വാങ്ങിയിട്ട് പിന്നെ കൊടുക്കും. നഴ്സറി ചിലവർ കാശ് തരും, ചിലവർക്ക് വെറുതെ കൊടുക്കും. അങ്ങനെയല്ലാതെ പക്ഷെ നമ്മളിപ്പോ ഇതെവിടെയും കണ്ടു കിട്ടാത്ത ഇത്തരം വഴുതനകൾ ഇപ്പൊ പൊതുവെ ഇല്ലല്ലോ. നമ്മളെ എല്ലാവർക്കും അത് സൂക്ഷിക്കാനും പിന്നീട് ഒരു ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്താനും അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. ഇത് ഈ ചോലയിലൊന്നും ഉണ്ടാവില്ല. അത് വീട്ടുമുറ്റത്ത് വീട്ടിൻ്റെ മുറ്റത്തെ ചോല നല്ല സൂര്യപ്രകാശം കിട്ടണ. പിന്നെ മണലുണ്ടാവില്ല. നല്ല ഇങ്ങനത്തെ ചെരിഞ്ഞ പ്രദേശം അതിന് നല്ലത്. ഇതിപ്പോ ചെരിഞ്ഞ പ്രദേശം ചരല് മണ്ണും. അപ്പോ ഈ മഴക്കാലത്തല്ലാണ്ട് നമ്മളിപ്പോ മഴക്കാലത്ത് തൊട്ട് മുന്നേ തുടങ്ങുമ്പോ അതിന്റെ ജലസേചനം എങ്ങനെയാ ഇവിടത്തേക്ക് നടത്തുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, പണ്ട് ചുമലില് കുറെ കുടം കെട്ടിച്ച് കുന്നുകയറ്റി കൊണ്ടുവന്ന് ഇപ്പം പൈപ്പ് വെള്ളം എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ചാടുന്നെ പിടിച്ച് പൈപ്പ് കൊണ്ട് നടക്കും. എല്ലാം കുടത്തിലാക്കി നടക്കും. ആ നട്ടവാടെല്ലാം പിന്നെ ഇപ്പൊ കുടത്തി നടക്കും. പൈപ്പ് കൊണ്ടുപോയി അത് ഒടിഞ്ഞു. ചരൽ മണ്ണായതുകൊണ്ട് ഈർപ്പം പിടിച്ച് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നടാനേ പ്രയാസമില്ല. 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നനച്ചു കൊടുത്താൽ മാത്രം മതി. പ്രത്യേക പരിചരണങ്ങളൊന്നും ഈ ഒരു ഏക്കർ സ്ഥലത്തെ എല്ലാ കൃഷിയും കാര്യങ്ങളും ചേട്ടൻ ഒറ്റക്ക് ഭാര്യയും കൂടെ ഇതില്ല. ചില കാര്യങ്ങൾ വളവിടാൻ എനിക്ക് സുഖമില്ലാതെ ശേഷം ആളെ കൂട്ടിട്ട് അതൊക്കെ ചെയ്യുന്നു. തടം ഇതെല്ലാം നല്ല ആളെ കൂട്ടിട്ട് അന്ന് ഞാൻ കുറേ ചെയ്യുന്നില്ലാണ്ട്. ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഒരു സാമ്പത്തിക നഷ്ടമായിട്ട് ഇപ്പോഴെങ്കിലും തോന്നില്ല. ഞാനിപ്പം 74 വയസ്സായില്ലേ ഇപ്പം എനിക്ക്. ഞാനിപ്പം ചെറിയൊരു വീടാക്കി പിള്ളേരെ പിന്നെ പഠിപ്പിച്ചു. ഒരാൾക്ക് ഉദ്യോഗമുണ്ട്.
പിന്നെ ഒരാൾ പിന്നെ വീട്ടമ്മേരേക്കുന്നു ഇപ്പോൾ അവർ അങ്ങനെ പോയില്ലേ, ഇപ്പോൾ അതുവരെ എത്തിയില്ലേ. സാമ്പത്തിക നഷ്ടമൊന്നും സാമ്പത്തിക നഷ്ടം നോക്കിയാലും നമുക്ക് കൃഷിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അതെ ഇപ്പോഴും എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നൂല. ഒന്നെങ്കിൽ എവിടെയെങ്കിലും നടന്ന് പോകണം, കടയിലോ വാരച്ചാലോ എവിടെയെങ്കിലും പോയി സമയം കഴിയണം. വീട്ടിലിരുന്ന് നിൽക്കൽ കിടക്കൽ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ പുതിയ തലമുറ അതാണല്ലോ. ഇതിപ്പോൾ നട്ടതേ ഉള്ളൂ, തിരി വരുന്നത്രേ. അതിനിപ്പോൾ അതിന് ചവറിട്ട് കൊടുക്കും. അടിവളം ചെയ്യുന്നു, കൊച്ചു ചവറിട്ടിട്ട് അതിൻ്റെ മേലെ കോഴിവളം ഇടും. കോഴിവള കാര്യമായിട്ട് ചെയ്യുന്നു ഇപ്പോൾ അധികം, എല്ലാവരും അത് തന്നെ ചെയ്യുന്നു. തോല് പിന്നെ രാസവളം ചെയ്യാൻ തുടങ്ങും കുറച്ച് വന്നേരം. ഇത് ഫാക്ടംബോസും പൊട്ടാഷും ഇടും ആദ്യം. കൂടുതൽ രാസവളം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉണ്ട്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഇത് നല്ല വയൽക്കൂറുള്ള മണ്ണാണ്. ഈ റബ്ബർ നട്ട സ്ഥലം ഉണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് കൃഷി ചെയ്താൽ ഉണ്ടാവും. പച്ചക്കറി ആയാലും വാഴയായാലും നല്ല വിളവ് കിട്ടും. ഈ അനുവസമാരെല്ലാം അങ്ങനെ അതാ പറയുന്നത്. ഈ ഭാഗത്തുള്ള റബ്ബറിൻ്റെ മേഖലയാണല്ല പച്ചക്കറി അതിൽ നല്ല ഇത് കിട്ടുന്നുണ്ടെന്ന് പറയും. മണ്ണിന് നല്ല മൂപ്പ് വളക്കൂറുണ്ട്. ഈ ഇലയിലും മണ്ണ് കുറേ കൊല്ലം 5-10-25 കൊല്ലം മണ്ണ് ഇളകാതെ കിടക്കല്ലേ, പെട്ടെന്ന് ഇളകുമ്പോൾ നല്ല കിട്ടുന്നുണ്ട്. പൊതുവെ പുതുതലമുറയൊക്കെ കൃഷിയിൽ നിന്ന് വ്യതിചലിക്കുന്നില്ലേ? അത് ആരും ചെറുപ്പക്കാരും വരുന്നില്ല. പിന്നെ വയലെല്ലാം ഇപ്പം ഇങ്ങനെ കിടക്കല്ലേ. നമ്മൾ ഈ വയൽ ചെയ്യുന്നുണ്ട്. പുത്തൂർ വയൽ പാടശേഖരത്തിൻ്റെ ഏറ്റവും ഏഴോളം വയൽ സുമാർ 95% ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ത്രീകളെ കിട്ടാനാണ് പണി. അവരിപ്പോൾ എല്ലാം അധികം തൊഴിലുറപ്പിൽ പോകുന്നുണ്ട്. നമുക്ക് കിട്ടാറില്ല. എന്നാൽ നമുക്ക് സ്ഥിരം പണി കൊടുക്കാൻ ഉണ്ടാവില്ല. 1-2 ഒരാഴ്ച കണ്ടത്തിലിറങ്ങുമ്പോൾ ഒരാഴ്ച ആയിരിക്കും പണി. അതുകൊണ്ട് തൊഴിലുറപ്പ് പോയാൽ അവർക്ക് സ്ഥിരം പണിയല്ല, പണി അത്ര എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പണിക്കാരെ കിട്ടാൻ അവിടെ ഇനിയിപ്പം തുടങ്ങാൻ. പിന്നെ മഴ ഇത്ര ആൾ മഴയല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ചെയ്യണം. ഒരേക്കറോളം സ്ഥലത്ത് വ്യത്യസ്ത പച്ചക്കറികളുണ്ട്. എങ്കിലും ഭൂരിഭാഗമുള്ളത് വഴുതിന തന്നെയാണ്. പറയുമ്പോൾ കൃത്യമായി പറയണം, പുത്തൂർ വഴുതിന. അത്തരത്തിൽ പുത്തൂർ വഴുതിനയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഭൂമിക അവസാനിക്കുന്നത്. മറ്റൊരു കർഷകന്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ.